അല്ല എങ്ങനെ നീ ശരിക്കും ഞാൻ അതാണോ ഏത് പോയ തമാശ ആക്കുന്നല്ലേ നമ്മളിതെല്ലാം പിന്നെ എയർകട്ട് മീശ കട്ട് ഈ ബോഡി പാർട്സിൽ ഉള്ള പരിപാടി ഇല്ലേ അത് നമ്മൾ അന്ന് തീരുമാനമാക്കിയാണ്. വേറെ എന്തെങ്കിലും പണിഷ്മെന്റ് ഇത് എൽ സ്ട്രീം ആക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ട്. എൽ സ്ട്രീം ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അൺസബ്സ്ക്രൈബ് എന്തായിരുന്നു അൺസബ്സ്ക്രൈബ് ഓർ പോള അൺസബ്സ്ക്രൈബ് ഓർ റീപോൾ. നീ ആരെയാ നീ അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നത്? അത് നീ ആടെയും പോയിട്ട് ഞാൻ ഒരു കാര്യം പറ്റേ നിനക്ക് ആള് മാറിപ്പോയടാ മുത്ത. ഞാൻ കാര്യം പറഞ്ഞു നിനക്ക് ആള് മാറിപ്പോയി, നിനക്ക് സ്ഥലം മാറിപ്പോയി. നീ ആടെയും എടിയും പോയിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാലും കൈയും പഠിച്ച് ഇങ്ങനെ ഒലിപ്പിച്ച് സ്ട്രീം ചെയ്യുന്ന വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നീ പറ അൺസബ്സ്ക്രൈബ് ചെയ്യടാ മെയിലെന്ന് പറഞ്ഞിട്ട് നീ പേടിപ്പിക്കും. നീ ഇങ്ങോട്ട് വന്നിട്ട് ഉണ്ടാക്കല്ലോ, മനസ്സിലായി? ഞാൻ എന്റെ കരിയർ തുടങ്ങിയിട്ട് ഇതുവരെ ആരോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കയറാത്ത ഒരേ ഒരാൾ ഞാനായിരിക്കും. ഈ യൂട്യൂബിൽ തന്നെ ലൈക്ക് ചെയ്ത് സബ് ചെയ്യുന്ന പറയാത്ത ഒരേ ഒരാൾ ഞാനായിരിക്കും. ഞാൻ എന്നോട് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് പേടിപ്പിക്കുന്ന അത് ആരാണ് ആള്? എന്താണ് നിന്റെ പേര്? ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് മാറിയിരിക്കും, ഇവിടെ കുത്തിയിരിക്കും. ചോദിക്കട്ടെ ഞാൻ നിന്നോട് രണ്ട് വാക്ക്. റീപോൾ റീപോൾ പറയുന്നുണ്ട്. റീപോൾ ചെയ്യാമ്പോ ചാറ്റില്ല റീപോൾ പറയുന്നത്. മൊത്തം റീപോള് റീപോളും നോ റീപോളും ഒന്നിച്ച് വരുന്നത്. നമുക്ക് ഒരു ബോൾ ഇടാം. റീപോളും നോ റീപോളും വെച്ചിട്ട് അതിലേത് ബോളാ വേണ്ടേ നോക്കട്ടെ. ബോളിന്റെ മുകളിലൊരു ബോള് റീപോള് നോ റീപോള്. അതൊന്ന് വോട്ട് ചെയ്തേ. നോ മമ്മൂന്റെ കാര്യത്തിൽ ഇനി റീപോൾ വേണോ? യെസ് ഓർ നോ? റീപോൾ ഓർ നോ റീപോൾ? ഒന്ന് പെട്ടെന്നൊന്ന് യെസ് ഓർ നോ അടിച്ചേ പെട്ടെന്ന്. റീപോള അല്ല നോ റീപോളാ. ഇത് നോ റീപോളാ വന്നിട്ടുള്ളത്. മോനെ ഇനി ഇതിന്റെ മുകളിൽ വേണം. എടാ ഇത് ഞാൻ ഒരു കാര്യം പറട്ടെ, ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായി? ഇപ്പം നോ റീപോളുള്ള അപ്പൊ റീപോൾ ഇല്ല. അത് അങ്ങനെ കട്ടക്ക് അപ്പം തന്നെ അങ്ങ് ഡിസിഷൻ എടുക്കുന്നത് നല്ലത്. കാരണം ഇങ്ങനെ നോക്കിയത് ഇപ്പൊ 60% ആൾക്കാർ നോ റീപോളാ പറയും, മനസ്സിലാവും? ഓക്കെ ശരി തന്നെ, റീപോൾ എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല മോനെ. എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാം. അല്ലെങ്കിൽ ലൈവ് ഇങ്ങനെ വലിപ്പിച്ച് കൊണ്ടുപോകുന്ന പോലെ മനസ്സിലാവും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാന്നുള്ളതാണ്. നോ റീപോൾ. ഓക്കെ, ഡിസിഷൻ മെയ്ഡ്. ഓക്കെ, എനിവേസ് ലെറ്റ്സ് കണ്ടിന്യൂ. എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇതെന്താ എന്ത് വലിയ സംഭവം? ഇവൻ തിരിച്ചു വരാൻ പിന്നെ അമ്മന്തിരം വെയിറ്റ് ചെയ്തപ്പോ വന്നിട്ട് ഇവനൊരു തവള ഒതുങ്ങിയല്ലേ. അപ്പൊ ഞാൻ പേശ ഷെമീറെല്ലാം സൈഡാവും. മമ്മൂന്റെ തിരിച്ചുവരവരോടുകൂടി നീയല്ലേ പറഞ്ഞേ നമ്മളെ കൂട്ടിലെ കോഴികളാ കളിക്കാൻ വിട്ടതാ, നീ തിരിച്ചു വരുമ്പോ എല്ലാം അടങ്ങും, കൂട്ടിലടങ്ങും. കൂട്ടിലടങ്ങി, ഇവൻ കൂട്ടിലടങ്ങി. അതെല്ലാം വിട്, ഫസ്റ്റ് ലൈവല്ലേ. അയ്യേ തെറി പറഞ്ഞോ? ഞാൻ ജസ്റ്റ് ആരോ എന്തോ പറഞ്ഞപ്പോ ഞാൻ തിരിച്ചെന്തോ പറഞ്ഞേ. ഓക്കെ, പണിഷ്മെന്റ് എന്താണ്? എന്ത് വേണ്ട വിട്. പണിഷ്മെന്റ് പെട്ടെന്ന് പണിഷ്മെന്റ് നിർത്തിട്ടൊക്കെ ലൈവ് തുടരണം മോനെ. ഇതൊന്നും നമുക്ക് പുത്തരിയല്ല. ഈ പണിഷ്മെന്റ് ഒന്നും നമുക്ക് ഇതല്ല. വിചാരിച്ച കൂടിയ പണിഷ്മെന്റ് പറയരുത്. അല്ല, ഇനി കൂടിപ്പോയാ പുഷപ്പ് മാത്രല്ലേ ഉള്ളൂ. ഏത് ആണോ? വേണ്ട, എനക്ക് എന്തെങ്കിലും ഹാർഡ് പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സൈഡാവും. പിന്നെ നിങ്ങൾ ആരാന്ന് വെച്ചാൽ സ്ട്രീം ചെയ്തോ, ഞാൻ അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ടാവും മിക്കവാറും. മതി പണിഷ്മെന്റ് എയർകട്ട് മീശ കട്ട് ഈ ബോഡി പാർട്സിൽ ഉള്ള പരിപാടി ഇല്ലേ അത് നമ്മൾ അന്ന് തീരുമാനമാക്കിയാണ്. വേറെ എന്തെങ്കിലും പണിഷ്മെന്റ്? സോങ് നീ ഒരു പാട്ട് പാടുന്ന എങ്ങനെ പണിഷ്മെന്റ് ആവും? മങ്കിയോ? മങ്കിയിൽ കയറാനാ? കയറാം, ഇത് കഴിഞ്ഞിട്ട് കയറാം. ഇതൊന്നും തീരട്ടെ. ഇതെന്താന്ന് പണിഷ്മെന്റ് തീർക്കണ്ടേ?
പെട്ടെന്നൊരു കോലീഡർ പെട്ടെന്നൊരു പണിഷ്മെന്റ് പറഞ്ഞ കോലീഡർ ക്യാരറ്റ് ജ്യൂസ് അടിക്കലും മുസമ്പി തൊളിക്കലെല്ലാം ഈ കോലീഡർ ചെയ്യുന്ന പരിപാടികൾക്ക് ഈ കോലീഡർ മണ്ടന ഉണ്ടാക്കി ഈ മണ്ടന എന്താ ചെയ്യുന്നത് ഓനിടെ തട്ടാട നടത്തുന്നു അവന്റെ കോലേറ്റർ ഇങ്ങോട്ട് വന്നാ മോനെ 400 rupees super chat. പണിഷ്മെന്റ് ഞാൻ അറിയാണ്ട് വാക്ക് പറഞ്ഞു മൈ പറഞ്ഞു അപ്പൊ പണിഷ്മെന്റ് എന്താണ് മൈൽഡ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് പ്രൊപ്പോസ് അങ്ങനെ ഇതും ബോഡി പാർട്സ് പോലല്ലേ പേഴ്സണൽ സംഭവം ലോകത്ത് എന്തോ അങ്ങനെ പറയാലോ ഇല്ലാതെ ഇത് കുറച്ച് ഇഷ്ടപ്പെട്ട അത് മോശം പണിഷ്മെന്റ് ആണ് ചെയ്യാൻ പറ്റില്ല അത് വേണ്ട പണിഷ്മെന്റ് അല്ല ഇവര് പരിപാടിയാ അയ്യോ ഗൈസ് അങ്ങനെ പണിഷ്മെന്റ് തരല്ലേ പ്ലീസ് സങ്കടം നിന്റെ മുഖം പറയാ അതല്ല വേറെ കൊടുക്ക് ഇതെന്താണ് നല്ല പരിപാടി തന്നെ എല്ലാവർക്കും മനസ്സില്ല മനസ്സോടുകൂടി ഞാൻ ചെയ്യാം നിങ്ങളെ എല്ലാരും ആഗ്രഹം കാണും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്തിനാടാ ഓനിങ്ങനെ സന്തോഷം കൊടുക്കുന്ന നിങ്ങള് നീ എന്ത് ചെയ്യാൻ വേണ്ട അത് വേണ്ട എനിക്ക് പിന്നെ മൂടൊന്നില്ലേ പിന്നെ ഞാൻ ചെയ്യാം പിന്നെ എല്ലാരും പറയുന്നല്ലേ ഓക്കെ ചെയ്യാം പോട്ടെ അത്ര സങ്കടപ്പെട്ട് നീ ചെയ്യണ്ടടാ വേണ്ട കണ്ണോണ്ടൊക്കെ എന്താ വിളിച്ചിപ്പോ ഒരു വിളി വരുമല്ല എനിക്ക് ആവശ്യം വരുമ്പോ അണ്ടി എന്ത് ചീത്ത അണ്ടി എല്ലാവർക്കും ഉള്ള സാധനമല്ല നിനക്കില്ലടാ നിനക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് കശുവണ്ടി അണ്ടി പല രീതിയിലുണ്ട് കശുവണ്ടി മാങ്ങാണ്ടി തേങ്ങാണ്ടി തേങ്ങാണ്ടി ഫോണിപ്പോ തിരിച്ചു അവരെല്ലാരും പറയും ചെയ്യാം എന്തിനാടാ ഇവൻ ഇങ്ങനെ കുളിർമ മനസ്സിന് സന്തോഷം കൊടുക്കും നിങ്ങൾ നാറികളെ പ്രപ്പോസ് അത് വേണ്ട എന്നാ ഞാൻ ചെയ്യാത് അത് നിനക്ക് വേണ്ടി ആ തെറ്റ് ഞാൻ ഇതെടുക്കാം നീ ആ കൊലക്കുറ്റം ചെയ്തില്ലേ അതിന്റെ ഇത് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം നീ അതെ നിനക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഒരു ജയില് വേണ്ട ഈ ജയിലിൽ ഞാൻ ഏറ്റെടുക്കാം തെറ്റും ഞാൻ ചെയ്തോളാം നല്ലൊരു ജയിലാണ് ചാറ്റ് വിധിക്കുന്ന എന്ത് തെറ്റും ഞാൻ ഇതായിക്കോളാം എന്ത് നിനക്ക് വിധിച്ച പണിഷ്മെന്റ് ഇവരെ ഏറ്റെടുക്കാന്ന് പറയുന്നത് പറയട്ടെ അല്ല നിങ്ങളെ പണിഷ്മെന്റ് പറയട്ടെ ഷമീർ പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നത് അപ്പൊ ഷമീറിന് എന്താ പണിഷ്മെന്റ് പറഞ്ഞെടുക്കുക ഷമീറിന് എന്താ പണിഷ്മെന്റ് ഷമീർ എനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ശിക്ഷ ഏറ്റെടുക്കാൻ എനക്കുള്ള പണിഷ്മെന്റ് ഷമീർ ഏറ്റെടുക്കാന്ന് പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുക അല്ല പറയട്ടെ അത് ചാറ്റ് പറയട്ടെ ഇതേ പണിഷ്മെന്റ് ആയിരിക്കും ചാറ്റ് പറയട്ടെ എന്റെ സുഹൃത്ത് ഒരു തെറ്റ് ചെയ്തു പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നത് പറ ചാറ്റ് എന്താ പണിഷ്മെന്റ് തന്നെ അല്ല ഇപ്പൊ പറയോ അതന്നെ തന്നെ പിന്നെന്ത് വേറെന്താ പണിഷ്മെന്റ് വരട്ടെ പ്രപ്പോസ് മേയർ തന്നെ ഉള്ളൂ ഇല്ല അത് എന്റെതാ നേരത്തെ എന്ത് ഡിലേ ആണ് കുറച്ച് നമ്മള് കിസ് റാമ്പോ ചില്ലി എടുത്ത് കേട്ടാലോ ചില്ലി എടുത്ത് മുഖത്ത് വെക്കും അതാ പറയുന്നത് കിസ് റാമ്പോലും വലിയൊരു പണി ഞങ്ങൾക്ക് കിട്ടാനില്ല ഇല്ല ഈ അമ്മിക്കല്ലി ഞങ്ങൾക്ക് മുത്തം വെക്കാൻ പറ്റൂല ഒരു കാര്യം ചെയ്തോ ഞാൻ നിന്റെ സുഹൃത്തല്ല നീ സുഹൃത്തല്ലേ അപ്പൊ അനക്ക് നിന്നെ അറിയില്ല എന്താ നിന്റെ പേരെന്താ ഏത് കുട്ടു എന്റെ എന്തോ നിലത്ത് വീണ് മൈക്കെല്ലാം പോയി ആയി എന്താണ് കൊടുത്തു ഇതിന്റെ ഉള്ളിൽ സാമാനത്തിൽ എവിടെയോ പോയി നിന്റെ ഉള്ളിൽ കുടുങ്ങി എവിടെ ഞാൻ നോക്കട്ടെ തിരി മൈക്കടെ പോയി ഇനി ആ മൈക്ക് ആരും തൊടണ്ട ഉള്ളിൽ ഷഡിനുള്ളിൽ വീണത് ഇല്ല ഇതാ വിരിയാക്കോസ് ഒളിപ്പിച്ചു അപ്പൊ ഇതില്ല പണിഷ്മെന്റ് ഇല്ല എന്തിനാ അങ്ങനെ ഫ്രണ്ട്സിനെ സഹായിച്ചിട്ടുള്ള ഇതൊന്നും വേണ്ട കിസ് റാമ്പോ നല്ലൊരു പണിഷ്മെന്റ് അല്ലേ നല്ലൊരു പണിഷ്മെന്റ് അടിപൊളി പണിഷ്മെന്റ് ആണ് കിസ് റാമ്പോ ഓൺ ലിപ്സ് ഈ ജുറാസിക് പാർക്കിലെ പുതിയൊരു ആൻസിസ്റ്റർ ആണ് ഇവനെ ഞാൻ കിസ് ചെയ്യൂല നല്ലത്
ഇല്ല ഞാൻ വിട്ടു മോനെ, ഞാൻ ഇത് വിട്ടു, ഇവനെ ഞാൻ സഹായിക്കുന്നില്ല. നീ പ്രപ്പോസ് ഒന്ന് പുല്ലങ്ങ് ചെയ്തോ. നീ എന്നെ ഇത് ചെയ്തേ പറ്റുള്ളൂ ഷമീറ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. എന്താണ് നോക്കട്ടെ, മൈക്കിൽ വെള്ളം കയറി. എടാ കരടി മുഖം നീ എന്റെ മുഖത്തെ kiss ചെയ്ത്. അത് ചാറ്റ് എടാ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ്? ഞാൻ പ്രിയങ്ക ചോപ്രനല്ല കിസ് ചെയ്തത്, ഞാൻ ഈ കരടീനെ കിസ് ചെയ്ത്. എന്നിട്ട് നീ എന്നോട് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് എന്താ എക്സ്പീരിയൻസ്? ഇവൻ പുട്ടു ഒന്നും കണ്ടില്ല വൈകുന്നേരം, എന്റെ വായിൽ പുട്ടല്ലേ കയറി. എന്തൊരു ശരിക്കും ചുണ്ടെടുത്തില്ലായ തെരിയില്ല മഴവില്ല സ്പാമേടാ ഗേടാ. പെണ്ണ് കിട്ടിയില്ല, പെണ്ണ് കിട്ടിയിട്ടില്ല. അതിന്റെ ഇത് എന്നോടാ ഇവരന്ന് ഇങ്ങനെ എന്റെ മുഖത്തിന്റെ അടുത്ത് വന്നിന്. ഇവന്റെ കാമക്കടി ഇവൻ തീർത്തത് ഈ ലിപിലമായ ചുണ്ടുകളിലാണ് ഇവൻ തീർത്തത്. പിന്നെ ഇതുവരെ ഒരു പെണ്ണോ ആണോ കിസ് ചെയ്യാത്ത എന്റെ ചുണ്ടുകൾ. ചപ്പാത്തി ഇവൻ കിസ് ചെയ്ത് ഈ കരടി. ഇത് സ്വീറ്റ്സ് ഉണ്ടാകുന്ന ഉപ്പ് രസമൊക്കെ ഉണ്ട്, സാൾട്ടിയാ. പോപ്കോണാ. അതെന്താ തിന്നാ? നിന്റെ ഇവന്റെ വായി നോക്കി, ഇവന്റെ പല്ല് നോക്കി, അവിടെ പുട്ടെല്ലാം കിടക്കുന്ന തെരിയല്ലാതെ വായി കയറി. ഇങ്ങനെയൊന്നും കാണിക്കുന്നല്ലോ ഷമീറ. റെയിൻബോ എല്ലാം വരുന്ന വെർജിനിറ്റി പോയത്. ഇതിലും വെർജിനിറ്റി കിസ് ചെയ്ത വെർജിനിറ്റി പോകും. എടാ എന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാം? എന്റെ ജീവിതത്തിൽ എന്റെ വെർജിനിറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ച്, അത്രയും സൗന്ദര്യമുള്ള ദീപിക പദ്കോണിനെ പോലത്തെ ഒരു പെണ്ണായിരുന്നു. അങ്ക് കിട്ടിയത് ഈ പെട്ടിപ്പലകനായി പോയല്ലോ. അങ്ക് കിട്ടിയത് ഈ ഡ്രമ്മിലാണല്ലോ. നല്ല ഇതല്ലടാ ഞാൻ കിട്ടില്ല സാധനമല്ലേ. നിന്റെ കാണിച്ചു കൊടുക്കും ഇവർക്ക്. എന്തായാലും ഹാപ്പി വെർജിനിറ്റി. എന്തായാലും പോയില്ല, വെർജിനിറ്റി പോയല്ലോ. പോയിട്ടില്ല, പോയി. പിന്നെ പെണ്ണ് ചെയ്താലേ പോകും. അപ്പൊ പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാർക്ക് വെർജിനിറ്റി എങ്ങനെ പോകുന്നത്? ആണും ചെയ്തിട്ടല്ലേ, പെണ്ണും ചെയ്തിട്ടല്ലേ ലെസ്ബിയൻ? നിന്റെ പോയിനാ? എങ്ങനാ നിന്റെ വെർജിനിറ്റി പോയിനാ? അതിന് ഞാൻ ആണുങ്ങളെ മുത്തം വെക്കല്ലോ. നീ ആണുങ്ങളെ മുത്തം വെക്കാത്ത? അല്ല ഞാൻ ചോദിച്ചതാ, കാര്യം ചോദിച്ചതാ. ഉണ്ടനാട്ടോ ഇവൻ. ഇവ സഫാന ഒന്ന് മുത്തം വെച്ചില്ലേ മമ്മു? ആ ശരിയാ. അതിന് അത് ചലഞ്ചാടാ. നീ അവസരം മുതലെടുത്ത മാറി. ആര് നിന്റെ? എന്റെ ലിപിലമായ ചുണ്ടുകളിൽ നീ കിസ് ചെയ്തിട്ട് നിന്റെ ചുണ്ടിലാ തുപ്പി പ്രൊപ്പോസ് മെഹർ എന്നൊന്നും പറയല്ലേ. അതൊന്നും ശരിയാവൂല. എടാ ഈ ഇപ്പൊട്ടാമസിന്റെ ഇവന്റെ മുഖൻ എന്റെ മുഖത്ത് പതിപ്പിച്ച എന്തിനാ? ഇത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഇപ്പൊട്ടാമസിനാ. പക്ഷെ ചേട്ടല്ല പറയുന്നത്, എനിക്ക് ആഗ്രഹമില്ല. ആളുകളാടാ ഈ കരടീനെ കൊണ്ട് എന്റെ മുത്തും വെപ്പിച്ച് എന്നിട്ട് ഇവനിപ്പൊ പ്രപ്പോസ് ചെയ്തോ കൊടുക്കുന്ന എന്തൊരു ഒരിക്കൽ കൂടെ മുത്തം വെക്കാം. പക്ഷെ ഇത് ചെയ്യാൻ എന്തൊരു ചേട്ടാണ് ഇത്. എന്താ നിനക്ക് ഇത്ര ഇത്? മുത്തം കിട്ടൂലേ? എന്തൊരു അങ്ങനെയല്ല, അങ്ങനെയല്ല. എടാ അങ്ങനെയല്ല. നീ അതെ അങ്ങനെ തന്നെടാ. പറഞ്ഞാ മതി. ചുണ്ട് കടിച്ചു പറിക്കലും പ്രപ്പോസലും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ. അങ്ങോട്ട് പറയാ. അതാ കുര്യാക്കോസ് ഫ്രണ്ട് 1000 രൂപീസ് ഉപചാരിച്ച റാംബോ പെണ്ണ് കിട്ടാതെ മൂത്ത് നിന്നതാണ്. ഷമീറിനെ ചുണ്ട് പൊട്ടി രാത്രി ബാക്ക് പൊട്ടും. റാംബോ സീനാണ്. ജീവൻ വേണമെങ്കിൽ ഇറങ്ങി കൊണ്ട് ഷമീറെ. 1000 രൂപീസ് ഉപചാരം കുണ്ടനാന്നൊക്കെ സംശയം. എടാ ഞാൻ കാര്യം പറ്റേ,